ഹായ് ഹംഗ്രി വൺസ്. ഒരു ടേസ്റ്റി ആയിട്ടുള്ള തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കുന്നത് കണ്ടാലോ? ഉണക്ക സ്രാവും വെണ്ടയ്ക്കയാണ് നമ്മുടെ കോമ്പിനേഷൻ. വെണ്ടയ്ക്ക ദേ ഇങ്ങനെ ചരിച്ച് അധികം കട്ടിയില്ലാതെ എന്നാൽ ഒത്തിരി കനം കുറച്ചും അല്ലാതെ ഒരു പരുവത്തിന് അരിഞ്ഞെടുക്കണം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി പാകത്തിന് ഇട്ട് വെച്ചതിന് ശേഷം എടുത്തു വയ്ക്കാം. എണ്ണ ചൂടാക്കി സ്രാവ് വറുത്തെടുക്കാം. മീനൊന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെണ്ടയ്ക്കിട്ട് ഇളക്കുന്ന സമയത്ത് അതിൻ്റെ പശ ഇങ്ങനെ ഒരു നൂല് പോലെ വരും. അതൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ ശരിയായിക്കോളും. നന്നായി വരട്ടിയെടുക്കുന്ന ഒരു കറിയാണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഉണക്കമീനിന് ആവശ്യത്തിലധികം ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് അഡീഷണലായിട്ട് ഉപ്പൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഉപ്പിടാത്ത കറിയാവുന്നത്. അല്ലാതെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പിന് ഒരു കുറവുണ്ടാവില്ല, പക്ഷെ നമ്മൾ അഡീഷണൽ ഉപ്പ് ചേർക്കുന്നില്ല എന്ന് മാത്രം. സ്രാവ് നമ്മൾ മുന്നേ വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടി വെച്ചത്. പ്രത്യേകിച്ച് മസാലയൊന്നുമില്ല, നമ്മൾ സാധാരണ മീൻ വറുക്കുന്ന പോലെ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല ഡ്രൈ ആയി വന്നു തുടങ്ങും. എണ്ണ മാത്രം തെളിഞ്ഞ് വെണ്ടയ്ക്കയുടെ ഒരു വെള്ളം വന്നതും ഒക്കെ അങ്ങ് വറ്റി നല്ല നീറ്റായിട്ട് വെണ്ടയ്ക്കൊക്കെ നന്നായി ചുരുങ്ങി ഉപ്പൊക്കെ പിടിച്ച് വെന്ത് ഒന്ന് ചുരുണ്ട് കൂടിയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റും ആയി തുടങ്ങിയിട്ടുണ്ടാവും. സ്രാവ് നന്നായിട്ട് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാം. കാന്താരിമുളക് ഉണ്ടെങ്കിൽ കാന്താരിമുളക് നമുക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കാം കേട്ടോ, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടുതൽ സിമ്പിളായിട്ടുള്ള റെസിപ്പീസിനായിട്ട് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.